പത്മകുമാറിന്റെ അറസ്റ്റോടെ അതിനുശേഷം കടകംപള്ളിയിലേക്ക് പോകുന്നില്ല. അക്കാലത്ത് ദേവസ്വം മന്ത്രി ആയിരുന്നല്ലോ. ദേവസ്വം മന്ത്രി അറിയാതെ എങ്ങനെയാണ് ആ മന്ത്രിയുടെ കീഴിലുള്ള ദേവസ്വം ബോർഡിലെ ഇത്രയും പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങൾ അരങ്ങേറുന്നത്? അങ്ങനെയാണെങ്കിൽ ഒന്നുകിൽ ദേവസ്വം മന്ത്രി പൊട്ടനായിരിക്കണം. ദേവസ്വം മന്ത്രി പൊട്ടനും എന്താ പറയാ ഒരു ബോധവും വിവരവും ഇല്ലാത്ത ഒരാളാണ് ദേവസ്വം മന്ത്രിയെങ്കിൽ ഓക്കെ. ദേവസ്വം മന്ത്രി ഒന്നും അറിഞ്ഞില്ല, അയാൾക്ക് കണ്ണു കാണാൻ വയ്യ, അയാൾ പൊട്ടനാണ്, അയാൾക്ക് സംസാരിക്കാൻ വയ്യ, അങ്ങനെയുള്ള ആളല്ലല്ലോ കടകംപള്ളി. അപ്പൊ കടകംപള്ളി അറിയാതെ ഈ സംഭവം ഒന്നും നടന്നിട്ടില്ല. ഇവിടെ ഇപ്പം ഈ തന്ത്രി അറസ്റ്റ് ചെയ്തത്, തന്ത്രിക്ക് ഇതിന്റെ ചുമതലയൊന്നുമില്ല. അതായത് ഇവിടുന്ന് ഈ പാളികളൊക്കെ ഇപ്പൊ ചോദിക്കുന്നത്, ഇതൊക്കെ പാളികളൊക്കെ കടത്തിക്കൊണ്ടുപോകുമ്പോൾ തന്ത്രി എന്തുകൊണ്ട് പരാതിപ്പെട്ടില്ല എന്നാണ്. നല്ല ചോദ്യമാണ്. തന്ത്രി എന്തുകൊണ്ട് തന്ത്രി ആരുടെ പരാതിപ്പെടേണ്ടത്? തന്ത്രി പരാതിപ്പെടേണ്ടത് ദേവസ്വം ബോർഡിന്റെ അടുത്തല്ലേ? ദേവസ്വം ബോർഡ് തന്നെയാണ് ഈ ദേവസ്വം ബോർഡിന്റെ ചുമതലയിലുണ്ടായിരുന്നവർ തന്നെയാണ്, അതായത് പ്രസിഡന്റ് തന്നെയാണ് ഇത് സ്വർണ്ണമൊന്നുമല്ല, ഇത് ചെമ്പാണെന്ന് എഴുതി മൂപ്പര് ഷൂ വരച്ചു കൊടുക്കുന്നത്. ഇത് സ്വർണ്ണമല്ല ചെമ്പാണ് എന്ന് പറഞ്ഞിട്ട് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് തന്നെ ഉത്തരവ് കൊടുക്കുക.